PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC LGS മെയിൻ എക്സാമിനായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന HCF അഥവാ ഉസാഖ എന്ന് പറയുന്ന കണക്കിലെ ഒരു ടോപ്പിക്കാണ്. ആദ്യം തന്നെ എന്താണ് HCF അല്ലെങ്കിൽ ഉസാഖ എന്നറിയണം. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? പൊതുഘടകം. അതായത് ഇവിടെ 2 സംഖ്യകൾ തന്നിട്ടുണ്ട്, 6, 18. ഇതിൽ രണ്ടിലും പൊതുവായിട്ട് പോകുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് 6നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 6നെ നമുക്ക് 1 6 എന്ന് എഴുതാം അല്ലേ. ഇതേ 6 വെച്ചിട്ട് നമുക്ക് 18നെ എങ്ങനെ എഴുതാം? 3 × 6 എന്ന് എഴുതാം. അപ്പം 6 എന്ന് പറയുന്നത് 6ൻ്റെയും 18ൻ്റെയും ഒരു പൊതുഘടകമാണ്. കാരണം നമുക്ക് 6ൻ്റെ ഗുണിതമായിട്ട് 2നെയും എഴുതാൻ പറ്റും അല്ലേ. ഇനി 2 വെച്ചിട്ട് എഴുതാലോ. 3 × 2 എന്താണ്? 6 ആണ്. ഇതേ 2 വെച്ചിട്ട് 18നെയും എഴുതാം. 9 × 2 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് 6ൻ്റെയും 18ൻ്റെയും ഒരു കോമൺ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു പൊതു ഘടകമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി 3 വെച്ചിട്ട് നമുക്ക് എഴുതാലോ അല്ലേ. 3 വെച്ചിട്ട് എഴുതുമ്പോൾ 2 × 3 6 ആണ്. 18നെ എഴുതുമ്പോൾ 6 × 3 18 ആണ്. അപ്പോൾ ഈ 3ഉം എന്തിൻ്റെ ഫാക്ടറാണ്? നമ്മുടെ 6ൻ്റെയും 18ൻ്റെയും കോമൺ ഫാക്ടറാണ്, പൊതുഘടകം. പൊതുഘടകം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, 2ൻ്റെയും ഗുണിതമായിട്ട് അതിനെ എഴുതാൻ പറ്റണം. ഇവിടെ 6 കൊണ്ട് 6നെയും എഴുതാം, 18നെയും എഴുതാം. 2 കൊണ്ട് 6നെയും എഴുതാം, 18നെയും എഴുതാം. 3 കൊണ്ടും 6നെയും 18നെയും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ പൊതുഘടകം അല്ലെങ്കിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഘടകം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതിൽ ഏറ്റവും വലിയ ഘടകം ഏതാണ്? 2, 3, 6. ഇത് 3ഉം ആണ് എന്ത്? 6ൻ്റെയും 18ൻ്റെയും പൊതുവായിട്ട് വരുന്ന ഘടകങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ ഘടകം ഏതാണ്? 6 ആണല്ലോ. ഈ 6 ആണ് ഇതിൻ്റെ HCF. ഈ നമ്പറുകളുടെ HCF എന്താണ്? 6 ആണ്. മനസ്സിലായോ? 2 സംഖ്യകളെയും നമുക്ക് ഇങ്ങനെ ഒരുപോലെ ഒരേ നമ്പർ വെച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവയുടെ ഘടകങ്ങൾ, പൊതുഘടകം, കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലുത് ഏതാണോ അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, HCF, ഉസാഖ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കാം, 8, 12. ഇതുപോലെ തന്നെ ചെയ്യാം. 8ലും 12നെയും നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം? ഇവിടെ 2 വെച്ച് നമുക്ക് എഴുതാം അല്ലേ. 2 വെച്ചിട്ട് എഴുതുമ്പോൾ 4 × 2 8 ആണ്. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 2 12 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോമൺ ഫാക്ടറാണ്, ഒരു പൊതുഘടകമാണ്. ഇനി നമുക്ക് 4 വെച്ച് എഴുതാലോ. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. 3 × 4 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. അപ്പം 4ൻ്റെ ഗുണിതമായിട്ട് നമുക്ക് 2നെയും എഴുതാൻ പറ്റും. ഇനി ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? 6 വെച്ച് നോക്കുക.
6 വെച്ചിട്ടാകുമ്പോൾ 12നെ പറ്റും, 2 6 12. പക്ഷെ 8നെ എഴുതാൻ പറ്റുമോ? ഇല്ല. ബാക്കിയുള്ള ഏത് നമ്പേഴ്സ് വെച്ചിട്ടും രണ്ടിനെയും ഒരുപോലെ എഴുതാൻ പറ്റണം. അപ്പം ഈ 2 നമ്പേഴ്സ് മാത്രമാണ് രണ്ടിനെയും ഒരുപോലെ എഴുതാൻ പറ്റുള്ളൂ, 2ഉം 4ഉം. ഓക്കെ, അതിലേറ്റവും വലുത് ഏതാണ്? 4. ഈ 4ആണ് ഈ സംഖ്യകളുടെ HCF. കിട്ടിയല്ലോ. അപ്പോൾ 2 സംഖ്യകളെയും നമുക്ക് പൊതുവായിട്ട് ഏതെങ്കിലും സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും വലുത് ഏതാണ്? അതാണ് HCF. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും കൂടെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 6ഉം 18ഉം നമ്മൾ LCM ചെയ്യാൻ പഠിച്ചില്ലേ? ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ LCM കാണുന്നത് അതുപോലെ ചെയ്യാം. അതായത് 6ലും 18ലും കൂടെ കോമൺ ആയിട്ട് 3 പോകും അല്ലേ? അപ്പോൾ ആ 3ന് നമ്മൾ ഇവിടെ എഴുതി. 6ൽ 3 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 18ൽ 3 6 പ്രാവശ്യം. എഗെയിൻ നമ്മൾ വരച്ചു. 2ലും 6ലും കൂടെ 2 പോകും. 2ൽ 2 1 പ്രാവശ്യം. 6ൽ 2 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇനി 1ലും 3ലും കോമൺ ആയിട്ട് പോകാനൊന്നുമില്ല. അപ്പോൾ ഇവിടം വെച്ച് നമ്മൾ നിർത്തി. ഇനി LCM ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് 4ഉം കൂടെ ഗുണിക്കും. 3 2 3 2 6, 6 × 1 6, 6 3 18. 18ആണ് ഇതിൻ്റെ LCM എന്ന് നമുക്ക് കിട്ടും. ഇവിടെ HCF അല്ലെങ്കിൽ ഉസാഖ കാണണമെങ്കിൽ, ലസാഗു ആണെങ്കിൽ ഇതെല്ലാം കൂടെ ഗുണിക്കും. ഉസാഖ അല്ലെങ്കിൽ HCF കാണണമെങ്കിൽ ഈ കോമൺ ഫാക്ടർ മുകളിൽ എഴുതിയിട്ടുള്ളതില്ലേ, താഴത്തെ ഗുണിക്കരുത്, മുകളിലുള്ളത് മാത്രം ഗുണിക്കുക. 3 × 2 ഗുണിച്ചാൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? ആൻസർ 6 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയുള്ള നമ്പേഴ്സ് മാത്രം ഗുണിച്ചെഴുതിയാലും നമുക്ക് HCF കാണാം, അല്ലെങ്കിൽ ഉസാഖ കാണാം, ഇല്ലെങ്കിൽ ഈ രീതിയിൽ കാണാം. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ നിരത്തി പിടിച്ച് എഴുതിയതാണ്. ഇനി നമുക്കിത് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സ് കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 60 24 ഈ സംഖ്യയുടെ HCF കാണണം. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ എഴുതി ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 60നെയും 24നെയും ഏതൊക്കെ സംഖ്യകളുടെ എഴുതാം? നമുക്കറിയാം. 6 വെച്ചിട്ടാണെങ്കിൽ 10 6 60, 4 6 24 അല്ലേ? 3 വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്താണ്? 20 3 60, 24 ആണെങ്കിൽ 8 3 24 അല്ലേ? 4 വെച്ചിട്ടാണെങ്കിലോ? 4 വെച്ചിട്ടാണെങ്കിൽ 15 × 4 60, ഇവിടെയാണെങ്കിൽ എന്താണ്? 6 4 24 അല്ലേ? അത് വെച്ചിട്ട് എഴുതാം. ഇനി 12 വെച്ചിട്ട് ചെയ്തൂടെ? 12 വെച്ചിട്ടാണെങ്കിൽ 12 × 2 24, 60 ആണെങ്കിൽ 12 × 5 60 ആണ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ 12 ആണ്. അപ്പോൾ 12 ആയിരിക്കും ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, പറഞ്ഞപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലും കണക്ക് കൂട്ടാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതാം. 60ഉം 24നും നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 3 വെച്ച് എഴുതുകയാണെങ്കിൽ 20 × 3 60 ആണ്. 24 ആണെങ്കിൽ 8 × 3 എന്ന് എഴുതാം. അപ്പോൾ 3 എന്താണ്? ഇവിടെ ഒരു കോമൺ ഫാക്ടർ ആണ്. ഇനി 4 വെച്ച് എഴുതാം. എങ്ങനെ? 15 × 4 60 ആണ് അല്ലേ? 24 ആണെങ്കിൽ 6 × 4 24. അപ്പോൾ 4 വെച്ചിട്ട് എഴുതാം. ഇനി നമുക്ക് 6 വെച്ച് എഴുതിക്കൂടെ? 6 വെച്ച് എഴുതുമ്പോൾ 10 × 6 60 ആണ്. ഇവിടെ ആണെങ്കിലോ 4 × 6 24 ആണ്. 6 വെച്ചിട്ടും എഴുതി. ഇനി ഏത് വെച്ച് എഴുതാം? 2 വെച്ചിട്ടും എഴുതാം അല്ലേ? ഇവിടെ 30 × 2 60 ആണ്. ഇവിടെയാണെങ്കിൽ 12 × 2 24 ആണ്. ഇനി നമുക്ക് ഏത് വെച്ച് ചെയ്യാം? 12 വെച്ച് ചെയ്യാം. 12 ആകുമ്പോൾ 5 × 12 60 ആണ്. 24 ആണെങ്കിൽ 2 × 12 24 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്കിതിന് എഴുതാനായിട്ട് പറ്റും ഈ സംഖ്യകളെ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിൽ 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്, 12 ഉണ്ട് അല്ലെ? ഇത്രയും നമ്പേഴ്സിന്റെ ഗുണിതങ്ങളായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ ഫാക്ടർ 12 ആണ്. അപ്പോൾ 12 ആണ് നമ്മുടെ HCF. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ പറയുമ്പോഴും നമുക്ക് കിട്ടും അല്ലെ? ഏതൊക്കെ സംഖ്യകളുടെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിലൂടെ നമ്മൾ ഓടിച്ചു നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് നമ്മുടെ HCF. ഇപ്പോൾ ഇവിടെ HCF ഏതാണ്? 12 ആണ്. കിട്ടിയല്ലോ. ഉസാഖ 12. അടുത്തത് നോക്കാം. 12 36 ഇതിന്റെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്യുക? 12ലും 36ലും നമ്മൾ 2 പോകുമോ 4 പോകുമോ 3 പോകുമോ എന്നൊക്കെ നോക്കുന്നതിന് പകരം ഇവിടെ 12 കിടക്കുന്നുണ്ട്, ഇവിടെ 36 ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 12 പോകുമല്ലോ അല്ലേ? 12 12ൽ ഒരു പ്രാവശ്യം, 36ലാണെങ്കിലോ 12 3 × 12 എന്താണ്?
36ആണ്. അപ്പോൾ രണ്ടിലും 12 കോമൺ ആയിട്ട് പോകും. ഇനി നമ്മൾ ഏത് സംഖ്യ എടുത്താലും അതെല്ലാം 12ൽ താഴെയാണ്. കാരണം 12ലും 36ലും ഒരുപോലെ പോകുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 12 തന്നെയാണ്. ഇനി ഏത് നമ്പർ എടുത്താലും അത് 12നേക്കാളും ചെറുതാണ് വരിക. നമുക്ക് ആവശ്യം എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 12 ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലേ? 12 12ലും പോകും, 36ലും പോകും. ഇനി 12നേക്കാളും വലിയ നമ്പർ നോക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 12ലും 36ലും പോകുന്നതേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 12 രണ്ട് നമ്പറിലും പോകും. ഇനി അതിനേക്കാളും ചെറിയ നമ്പേഴ്സല്ലേ ബാക്കി ഏത് ഫാക്ടർ നോക്കിയാലും വരിക. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 12 ആണ്. ഇനി നമുക്ക് നോക്കാം, ഇതിനെ തന്നെ നമ്മൾ നേരത്തെ LCM പോലെ എഴുതി ചെയ്യുന്ന മെത്തേഡ് ചെയ്യുകയാണെങ്കിലോ അതും എളുപ്പം തന്നെയാണ്. ഇതറിയാത്തവർക്ക് അത് ചെയ്യാം കേട്ടോ. 12 36 എന്ന് എഴുതുക. എന്നിട്ട് ഇതിൽ 2 പോകും, അല്ലേ? 6 2 12, 36ൽ 18, ദെൻ 6ലും 18ലും കൂടെ എത്ര പോകും? വീണ്ടും 2 പോകും. 6ൽ എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 18ൽ 9 പ്രാവശ്യം പോകും. ദെൻ വീണ്ടും 3ലും 9ലും കൂടെ 3 പോകും. 1 3 3 3 3 9. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി 1ലും 3ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 2 × 2 × 3 3 2 6 6 2 എത്രയാണ്? 12. 12 തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ച ആൻസറും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ HCF കാണാൻ ഈ രീതിയിൽ നമുക്ക് മനസ്സിൽ തന്നെ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ടും കണ്ടുപിടിക്കാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ രീതി ചൂസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ വലിയ നമ്പേഴ്സ് നോക്കാം. അടുത്തത് നോക്കുക, 12 40 16. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 12നെ നമുക്ക് 2 വെച്ച് എഴുതാം, 40നെ എഴുതാം, 16നെ എഴുതാം, അല്ലേ? ഇവിടെ 6 2 12, 20 2 40, 8 2 16 അത് വരും. ഇനി 4 വെച്ച് ചെയ്യാലോ. 4 വെച്ച് ചെയ്യുമ്പോൾ എത്രയാണ്? 3 4 12, 4 10 4 40, 16ലാണെങ്കിൽ 4 4 16 എഴുതി. ഇനി ഏതെങ്കിലും സംഖ്യ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 12ന് 16ലും 40ലും കൂടെ പോകുന്നത് 12 പോകുമോ? ഇല്ല. 12ലും 40ലും 16ലും കൂടെ വേറെ ഏത് നമ്പറും പോകില്ല. അപ്പോൾ 2 പോകും. ദെൻ പോകുന്നത് 4 ആണ്. ഇതിനേക്കാളും വലിയൊരു നമ്പറിൻ്റെ നമുക്ക് ഇതിൽ എഴുതാനായിട്ട് പറ്റില്ല. സോ നമ്മുടെ HCF എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഓക്കെ, 4 ആണ്. ഓക്കെ, 4 വെച്ച് മാത്രമേ ഇതിന് 3നെയും ഒരുപോലെ എഴുതണം. അതുകൊണ്ടാണ് നമുക്ക് 4 അല്ലാതെ ഇപ്പോൾ വേറെ നമ്പർ ഇപ്പോൾ 8 വെച്ച് നോക്കുകയാണെങ്കിൽ 8നെ 16 കൊണ്ട് എഴുതാം, അല്ലേ? 2 8 16. 40 ആണെങ്കിൽ 5 8 40. പക്ഷേ 12നെ എഴുതാൻ പറ്റും 8 കൊണ്ട്? ഇല്ല. ഇനിയിപ്പോൾ 10 നോക്കുക. 10 ആണെങ്കിൽ 20നെ എഴുതാം, 2 10 20. പക്ഷെ 16നെയും 12നെയും എഴുതാനായിട്ട് പറ്റില്ല, അല്ലേ? അപ്പോൾ 3നെയും ഒരുപോലെ എഴുതാനായിട്ട് പറ്റണം. അങ്ങനെയുള്ളത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള 2 നമ്പേഴ്സാണ് ഉള്ളത്. ഒന്ന് 2, പിന്നെ ഒന്ന് 4 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. കിട്ടിയോ? ഇനി ഇവിടെ ശ്രദ്ധിക്കാം, 14 18 22 മൂന്നിലും ഒരുപോലെ പോകുന്ന നമ്പർ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ 14ലും 18ലും 22ലും കൂടെ പോകുന്നത് ഏതാണ്? 2 പോകും, അല്ലേ? 7 × 2 14, 9 × 2 18, 11 × 2 22. ഇനി ഏതെങ്കിലും നമ്പർ പോകുമോ? 3 പോകുമോ? 3 ആണെങ്കിൽ 18ൽ പോകും. 6 3 18. പക്ഷേ 22ലും 14ലും പോകില്ല. 4 നോക്കിയാൽ 4ഉം ഏതിലും പോകില്ല. 5 നോക്കിയാലും പോകില്ല. 6 നോക്കിയാൽ 3 6 18 കിട്ടും. പക്ഷെ ബാക്കിയുള്ളതിൽ പോകില്ല. 7 നോക്കിയാലോ 2 7 14 കിട്ടും. പക്ഷെ ബാക്കിയുള്ളതിൽ ഏതിലും പോകില്ല. 8 നോക്കിയാലും പോകില്ല. 9 നോക്കിയാലും പോകില്ല. ബാക്കിയുള്ള ഏത് നമ്പേഴ്സും പോകില്ല. ഓക്കെ, അപ്പോൾ 3ലും കോമൺ ആയിട്ട് പോകുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? ഈ കിടക്കുന്ന 2 ആണ്. അപ്പോൾ നമ്മുടെ HCF എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 നമ്പർ ആണെങ്കിൽ 2ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് എടുക്കുക, അതിൽ ഏറ്റവും വലുത് എടുക്കുക. 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3ലും നമുക്ക് ഒരുപോലെ ഗുണിക്കാൻ പറ്റുന്ന നമ്പർ ഉണ്ടെങ്കിൽ ആ സംഖ്യകൾ എടുക്കുക, അതിൽ ഏറ്റവും വലുത് എടുക്കുക. ഓക്കെ, അപ്പോൾ അതായിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. ഒരു നമ്പർ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 12 30 84. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് നമുക്ക് 2 പോകും, അല്ലേ? 2 പോകും, 3 പോകും, ദെൻ അടുത്തത് എന്താണ്? 6 പോകും, അല്ലേ?
അപ്പോൾ ഇവിടെ ഏറ്റവും പോകുന്നത് 6, നമുക്ക് 6ആണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നു. അപ്പോൾ എഴുതി നോക്കാം. 2 × 6 12, 30 5 × 6 30, ഇവിടെയാണെങ്കിൽ 14 × 6 84 ഇനി ഇതിനേക്കാളും വലിയൊരു നമ്പർ ഇവിടെ പോകുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. 6 കഴിഞ്ഞിട്ട് 12 എടുക്കാം. 12 എടുക്കുകയാണെങ്കിൽ 12 പോകും, 84 പോകുമോ എന്നുള്ളത് നോക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ മറ്റേ നമ്പറിൻ്റെ പോകുമോ കറക്റ്റായിട്ട് പോകുമോ എന്നുള്ളത് നിശേഷഹരണം ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ കാണാം. അത് കണ്ടാൽ നമുക്ക് ഓരോ സംഖ്യയും അതിൽ പോകുന്നതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊക്കെ നമ്പറിൽ പോകും ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇതിനേക്കാളും വലിയൊരു നമ്പറുണ്ട്, ഇതിൽ 3 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. 5 6 എന്ന് പറയുന്നതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് 5നെയും 6നെയും എഴുതാൻ പറ്റുമോ? ഇല്ല. ഒരു 5 5, ഒരു 6 6, അത് മാത്രമേ പറ്റുള്ളൂ അല്ലേ. 27 32, രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇങ്ങനെ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ലാത്ത കേസാണെങ്കിൽ, ഇങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിൽ 5നും 6ലും കോമൺ ആയിട്ട് ഏതുമില്ല, 27ലും 32ലും കോമൺ ആയിട്ട് ഏതുമില്ല, ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതിന് നമുക്ക് എന്താണ് HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. 10 11 12 മൂന്നിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏത് നമ്പേഴ്സും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ HCF എന്താണ്? അത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ, കോമൺ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ HCF എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ വന്നാൽ അതിൻ്റെ HCF എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, 2/3, 4/10, 6/15 ഇതിൻ്റെ HCF കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൻ്റെ HCF കാണാൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ HCF ഓഫ് അംശം. അംശം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലെ നമ്പർ അല്ലെ. ഒരു ഭിന്നസംഖ്യ എഴുതാൽ മുകളിലത്തെ നമ്പർ അംശവും താഴത്തെ നമ്പർ എന്താണ്? ഛേദവുമാണ്. അത് HCF ഓഫ് അംശം ഡിവൈഡഡ് ബൈ LCM ഓഫ് ഛേദം ചെയ്താൽ നമുക്ക് എന്തായി? നമ്മുടെ ആൻസറായി. അപ്പോൾ HCF ഓഫ് അംശം, അംശത്തിൻ്റെ HCF എന്ന് പറയുമ്പോൾ HCF ഓഫ് ഇവിടെ എന്താണ് അംശം? 2 4 6 അല്ലെ. HCF ഓഫ് 2 4 6 ഡിവൈഡഡ് ബൈ LCM ഓഫ് ഛേദം എന്താണ്? 3 10 15 3 10 15 ഇത് ചെയ്താൽ എന്തായി? നമ്മുടെ ആൻസറായി. അപ്പോൾ HCF ഓഫ് 2 4 6 2 4 6 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ HCF എന്താണ്? നമ്മൾ ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ HCF കാണാൻ. മൂന്നിലും കോമൺ ആയിട്ട് പോകുന്ന ഏതാണ് നമ്പർ? ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 2ലും 4ലും 6ലും കൂടെ പോകുന്ന ഒരേ ഒരു നമ്പറാണ്, അത് 2 ആണ് അല്ലേ. അപ്പോൾ 2 ആണ് അതിൻ്റെ HCF. ഇനി 3 10 15 അതിൻ്റെ LCM കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 3 10 15 മൂന്ന് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ നമ്പർ നോക്കുക, 15. 15 2ലും 3ലും 10ലും ഒരുപോലെ പോകുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കാം. ഇരട്ടി എന്ന് പറയുമ്പോൾ 30. 30 എന്ന് പറയുന്നത് 10ലും പോകും 3ലും പോകും. 3 10 30 അപ്പോൾ ഇവിടുത്തെ LCM എത്രയാണ്? 30. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ LCMൻ്റെ ക്ലാസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, LCM എങ്ങനെയാണ് കാണുന്നതെന്ന്. അപ്പോൾ 2/30 2 2 4 6 എന്നതിൻ്റെ HCF 2 3 10 15 എന്ന സംഖ്യകളുടെ LCM 30. അപ്പോൾ 2/30 എന്നുള്ളതാണ് ഈ ഭിന്നസംഖ്യയുടെ HCF എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കോമൺ ഫാക്ടർ ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ HCF 1 ആണെന്ന് പറഞ്ഞു. ഭിന്നസംഖ്യയുടെ കേസ് വന്നാൽ HCF കാണാൻ എന്ത് ചെയ്യണം? HCF ഓഫ് അംശം ഡിവൈഡഡ് ബൈ LCM ഓഫ് ഛേദം. HCF കാണാൻ നമ്മൾ പഠിച്ചു, LCM കാണാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ HCF അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.